ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ നാം ധ്യാനിക്കുമ്പോൾ ഈ ആഴ്ച നാം പ്രത്യേകം ധ്യാനിക്കുന്നത് നമ്മുടെ വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുമാണ്. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറയുന്നത്. എഫേസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം വാക്യം 4 ദൈവം വിശുദ്ധ പൗലോസിലൂടെ ഇപ്രകാരമാണ് പറയുന്നത്: തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലെ, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് ഇന്നലെയല്ല, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴല്ല. വചനം പറയുകയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ. ഒരുപക്ഷെ വചനം കേൾക്കുന്ന നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ദൗത്യം നിറവേറ്റുന്നവരാകാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ എനിക്കില്ലല്ലോ എന്നോർത്ത് അസ്വസ്ഥരായി നിൽക്കുന്നവരാകാം. എന്നാൽ ഓർക്കണേ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്നെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത് വെറുതെ ജീവിച്ചു പോകാനല്ല. കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കർത്താവ് നിന്നെ പ്രത്യേകം പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തു? സ്നേഹത്തിൽ പരിശുദ്ധരാകാൻ, നിഷ്കളങ്കരാകാൻ, സുവിശേഷ വയലിൽ അധ്വാനിക്കുവാൻ, നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കുന്ന ഇടയനായി മാറുവാൻ, വലതുവശത്ത് വലയെറിയുന്ന മുക്കുവനായി മാറുവാൻ, നല്ല നിലത്ത് വിത്ത് വിതക്കുന്ന കർഷകനായി മാറുവാൻ. അതെ, ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനായിട്ട് ഇതാ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. 2 തിമോത്തി 1-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശം മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരവും അനുസരിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടല്ല ദൈവം ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. മറിച്ച് ഏതെങ്കിലും ഒരു നന്മ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അതിനുവേണ്ടി നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വചനം എന്താ പറയുന്നത്? അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാപത്തിൽ നിന്ന്, ഏതെങ്കിലും ഒരു തകർച്ചയിൽ നിന്ന്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചത് എന്തിനു വേണ്ടിയാ? ഒരു രോഗം വന്നു, സൗഖ്യം വാങ്ങിച്ച് വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാൻ. അതിനും അപ്പുറം യേശു നിനക്ക് രോഗശാന്തി നൽകിയത്, യേശു നിന്റെ കടബാധ്യത ഏറ്റെടുത്തത്, യേശു നിന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ചത്, യേശു നിന്റെ ജീവിതത്തിൽ ഇടപെട്ടത്, അതൊരു തെരഞ്ഞെടുപ്പാ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവമാണ് ദൈവവിളി എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭവമാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും അവസ്ഥയിൽ കർത്താവ് ഇടപെട്ട അനുഭവങ്ങൾ നിന്നെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. അതെ, അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതെ, വിശുദ്ധിയിലേക്ക് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നാം വിശുദ്ധരായി മാറണമെന്നത് മാത്രമല്ല ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ്. നമ്മൾ കണ്ടുമുട്ടുന്നവരെ വിശുദ്ധിയിലേക്ക് ഉയർത്തുവാനായിട്ട് നമ്മൾ അധ്വാനിക്കുന്നവരായി കൂടി മാറണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്.
വിശുദ്ധ പൗലോസ് എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ വാക്യം 10 ഇങ്ങനെയാ പറയുന്നത്: നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതെ, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. കുശവന്റെ കയ്യിലിരിക്കുന്ന ആ കളിമൺ പാത്രം കുശവൻ തൻ്റെ ഇഷ്ടമനുസരിച്ച് മെനയുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ കരങ്ങളിൽ നമ്മെ മെനഞ്ഞിരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. എന്താ വചനം പറയുന്നത്? നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ദൈവത്തിൻ്റെ കൈകളിലിരിക്കുന്ന ഒരു പെൻസിലാണെന്ന്. ദൈവമെന്ന ചിത്രകാരൻ ഈ ലോകത്തിൻ്റെ ക്യാൻവാസിൽ തനിക്കിഷ്ടപ്പെട്ട ചിത്രം വരക്കുവാനായിട്ട് ഞാനെന്ന പെൻസിലിനെ ഉപയോഗിക്കുന്നു. ആ പാവങ്ങളുടെ അമ്മയെന്ന് വിശേഷിപ്പിക്കുന്ന മദർ തെരേസ, പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ചിത്രം ലോകത്തിൽ വരച്ചു വെച്ചു. അത് കരുണയുടെ ചിത്രമാണ്, അത് സ്നേഹത്തിൻ്റെ ചിത്രമാണ്, അത് സൽപ്രവർത്തികളുടെ ചിത്രമാണ്. മുഖം നഷ്ടപ്പെട്ടവന് മുഖമായി മാറി, രൂപം നഷ്ടപ്പെട്ടവന് രൂപമായി മാറി. ആർക്കും വേണ്ടാത്തവർക്കിടയിൽ മദർ തെരേസയ്ക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചതിൻ്റെ രഹസ്യമായിട്ട് മദർ തെരേസ പറയുന്നത് എന്താ? ഞാൻ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പെൻസിലാണ്. ഞാനെന്ന പെൻസിൽ ഉപയോഗിച്ച് ചിത്രകാരൻ ഈ ലോകത്തിൽ തൻ്റെ ക്യാൻവാസിൽ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. കൊച്ചു ത്രേസി എന്താ പറഞ്ഞത്? ഞാൻ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പന്താണ്. ആ പന്ത് അവൻ വലിച്ചെറിയും, അവൻ ആഞ്ഞടിക്കും, അവൻ ഇഷ്ടമുള്ളത് ആ പന്ത് കൊണ്ട് ചെയ്യും. പ്രിയപ്പെട്ട ദൈവവൈതലേ, കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ വിരൽത്തുമ്പിലെ ഒരു പെൻസിലാകാൻ, കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കളിപ്പന്തായി മാറുവാൻ. ഈ ലോകത്തിൽ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവപൈതലേ, നിനക്കൊരു നിയോഗമുണ്ട്, നിനക്കൊരു ദൗത്യമുണ്ട്, നിനക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. വെറുതെ സാധാരണ രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മറ്റ് പല കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നു, രാത്രി ഉറങ്ങുന്നു. ഈ ഒരു ക്രമമനുസരിച്ച് പലരുടെയും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആരെങ്കിലും ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ? കർത്താവേ, നീ എന്തിനാണ് എന്നെ തെരഞ്ഞെടുത്തത്? നീ എന്തിനാണ് എന്നെ വിളിച്ചത്? നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തും. അതെ, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാ. അതെ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. ഈ ലോകത്തിൽ നാം ചെയ്തു തീർക്കേണ്ട വലിയ വലിയ ദൗത്യങ്ങൾ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം, യേശുക്രിസ്തുവിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. വീണ്ടും വചനം പറയുന്നുണ്ട്. 2 പത്രോസ് 1-ാം അധ്യായത്തിൽ വാക്യം 10: ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണു പോവുകയില്ല. ഒരിക്കലും വീണു പോവുകയില്ല. എന്താ വചനം പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ധ്യാനാനുഭവത്തിലേക്ക് കടന്നു വന്ന ചിലരൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ വീണുപോയി എന്ന്. ദൈവാനുഭവത്തിൽ യാത്ര തിരിച്ചവരാണ്. ജീവിതയാത്രയിൽ കാലിടറി, ഞാൻ വീണുപോയി. ആധ്യാത്മിക ജീവിതത്തിൽ വീണു പോകാതിരിക്കുവാനുള്ള ഒരു ദൈവിക രഹസ്യമാണ് പത്രോസ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. എന്താണ്? നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ ഉത്സാഹിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണു പോവുകയില്ല. വീണു പോകാതിരിക്കുവാൻ നമ്മളെക്കുറിച്ചുള്ള വിളി എന്താണ്? നമ്മെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് എന്താണ്? നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്? അത് നമ്മൾ ഉറപ്പാക്കണം. ദൈവം ചിലരെ കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുവാനായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ മിനിസ്ട്രിയിലൂടെ അനേകർ പ്രവർത്തിക്കുന്നുണ്ട്. യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, നേഴ്സിംഗ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ ആതുരാലയങ്ങളിൽ, വേദനിക്കുന്നവരുടെ ഇടയിൽ, ചേരിയിൽ, തെരുവിൽ, പ്രിയപ്പെട്ടവരെ, ധ്യാനമന്ദിരങ്ങളിൽ ഒക്കെ വ്യത്യസ്തമായ ദൗത്യങ്ങൾ ചെയ്യുന്നവർ തങ്ങളുടെ വിളി തിരിച്ചറിഞ്ഞവരാണ്. പ്രിയപ്പെട്ടവരെ, ചിലരെ ദൈവം സമർപ്പിത ജീവിതത്തിലേക്ക് ദൈവം വിളിച്ചിട്ടുണ്ട്. വേറെ ചിലരെ കർത്താവ് വിവാഹ ജീവിത അന്തസ്സിലേക്ക് വിളിച്ചിട്ടുണ്ട്.
നമ്മുടെ ദൈവവിളി എന്തുമാകട്ടെ, ആ വിളിയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അത് അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ വീണ് പോവുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. 1 കൊരിന്ത്യർ 1-ാം-അധ്യായം 26-ാമത്തെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുവിൻ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിത, നിന്നെ ദൈവം എന്തിനാ നിയോഗിച്ചത്, ദൈവം നിന്നെ എന്തിനാ തെരഞ്ഞെടുത്തതെന്ന് ഇനിയെങ്കിലും നീ ചിന്തിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. നിങ്ങളുടെ വിളിയെക്കുറിച്ച്, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവിൻ. അതെ, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് നിലമുഴുതാനാണെങ്കിൽ നീ നിലമുഴുതണം. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് തകർന്ന ജീവിതങ്ങളെ പുനരുദ്ധരിക്കുവാനാണെങ്കിൽ നീ ജീവിതങ്ങളെ പുനരുദ്ധരിക്കണം. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ദൗത്യം എന്ത് എന്ന് ബോധ്യപ്പെടണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്നത്? മോശയുടെ ദൈവവിളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം, ദൈവം മോശയെ വിളിച്ചുകൊണ്ട് മിദ്യാനിൽ ജത്രയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന മോശയെ ദൈവം വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോശേ മോശേ, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? ഇസ്രായേൽക്കാരുടെ രോദനം എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുക. ഇസ്രായേൽക്കാരുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ എത്തിയപ്പോഴാണ് ദൈവം മോശയെ തെരഞ്ഞെടുക്കുന്നത്. മോശയ്ക്കൊരു നിയോഗമുണ്ടായിരുന്നു. മോശ ആ നിയോഗമനുസരിച്ച്, ആ ദൗത്യം അനുസരിച്ച്, പ്രിയപ്പെട്ടവരെ, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽക്കാരെ വീണ്ടെടുക്കുവാനായിട്ട് പോകുന്നത് എത്ര മനോഹരമാ! ഓരോ ദൈവവിളിയും പ്രിയപ്പെട്ടവരെ കണ്ണുനീരിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ചിലരുടെ കണ്ണുനീര് ദൈവസന്നിധിയിലെത്തുമ്പോൾ അവരുടെ കണ്ണുനീരൊപ്പുവാൻ, ആശ്വസിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരങ്ങളായി മാറുവാൻ, വിടുതലിൻ്റെ കരങ്ങളായി മാറുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുകയാണ്. എവിടെ കണ്ണുനീരുണ്ടോ അവിടെ ദൈവവിളിയുണ്ട്. എവിടെ വേദനയുണ്ടോ അവിടെ ദൈവവിളിയുണ്ട്. പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, കരയുന്നവരുടെ കണ്ണുനീരൊപ്പുവാൻ, ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിച്ച് അവരെ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ, അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവരെ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ. അതെ, ദൈവവിളി തുടങ്ങുന്നത് കണ്ണുനീരിൽ നിന്നാണ്. കരയുന്നവർക്ക് ആശ്വാസമായി ദൈവം ചിലരെയൊക്കെ തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ പലപ്പോഴും എന്താ നമ്മുടെയൊക്കെ പ്രതികരണം? മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശ എന്താ പറഞ്ഞത്? ഞാൻ വിക്കനാണ്, സംസാര പാടവുമില്ല. ജെറമിയെ വിളിച്ചപ്പോൾ ജെറമിയ എന്താ പറഞ്ഞത്? ഞാൻ ബാലനാണ്. ഗിദെയോനെ വിളിച്ചപ്പോൾ ഗിദെയോൻ എന്താ പറഞ്ഞത്? മനാസയുടെ ഗോത്രത്തിൽ ഏറ്റവും ചെറിയ വംശം, ആ വംശത്തിൽ ഏറ്റവും ചെറിയ കുടുംബം, ആ കുടുംബത്തിലെ ഏറ്റവും നിസ്സാരനാണ് ഞാൻ. അതെ, ദൈവത്തിൻ്റെ വിളി ലഭിക്കുന്നവര്, ദൈവത്തിൻ്റെ നിയോഗം ലഭിക്കുന്നവര് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുവാനായിട്ട് ശ്രമിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നിയോഗം നമ്മൾ അനുസരിക്കണം. ഒരുപക്ഷെ നമ്മൾ ബലഹീനരാകാം. നമ്മുടെ ബലം കണ്ടിട്ടല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. നമ്മുടെ കഴിവ് കണ്ടിട്ടല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. നമ്മുടെ എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. ദാവീദിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വേദപുസ്തകത്തിന്റെ താളുകളിൽ ഇങ്ങനെയാ പറയുന്നത്: ജസ്സയുടെ പുത്രനായ ദാവീദിൽ ദൈവം തൻ്റെ മനസ്സിനിണങ്ങിയ ഒരു മനുഷ്യനെ കണ്ടുവന്ന്. അതെ, ജസ്സയുടെ പുത്രനായ ദാവീദിൽ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. ദൈവത്തിന് മനസ്സിനിണങ്ങുന്നവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഒരുപക്ഷെ കുറവുകളുള്ളവരാകാം, വീഴ്ചകളുള്ളവരാകാം, ബലഹീനതകളുള്ളവരാകാം, തകർന്നു കിടക്കുന്നവരാകാം, ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവരാകാം, ഉപേക്ഷിക്കപ്പെട്ടവരാകാം. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആ കഴുതയെ അഴിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം, യേശുവിന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. അതെ, യേശുവിന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. യേശു കയറുന്ന ഒരു കഴുതയായി മാറുവാൻ പ്രിയപ്പെട്ടവരെ, യേശുവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. യേശുവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. അതെ, രാജാതിരാജനായ ഈശോ തൻ്റെ രാജകീയ പ്രവേശനം നടത്തിയത് സാധാരണ രാജാക്കന്മാർ കുതിരപ്പുറത്ത് കയറുന്നത് പോലെയല്ല, മറിച്ച് ഒരു കഴുതയുടെ പുറത്ത്. അതെ, കഴിവുകൾ നോക്കിയല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, എനിക്ക് കഴിവില്ലെന്ന്, എനിക്ക് സംസാര പാഠവുമില്ലെന്ന്, എനിക്ക് അപകർഷതാബോധമുണ്ടെന്ന്,
ഞാൻ കുറവുകളുള്ളവരാണെന്ന്, അയ്യോ ഞാനൊരു പാപിയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? യെശയ്യാ പ്രവാചകനെ വിളിക്കുമ്പോൾ യെശയ്യാ പറയുന്നുണ്ട്, അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനുമാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും ആ യെശയ്യാവിനെ ദൈവം തിരഞ്ഞെടുത്തു. ജീവിതത്തിൽ കുറവുകളുള്ള മോശയെ ദൈവം തിരഞ്ഞെടുത്തു. ബലഹീനതകളുള്ള ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹിത, കർത്താവ് നിന്നെ വിളിക്കുകയാണ്, കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്തുവാനും ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. എന്താണ് പ്രിയപ്പെട്ടവരെ പിഴുതെറിയേണ്ടത്? സാത്താൻ വിതച്ചിരിക്കുന്ന പാപത്തിൻ്റെ വേരുകൾ പിഴുതെറിയാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ ഇടിച്ചു തകർക്കേണ്ടത്? സാത്താൻ്റെ അധികാരത്തെയാണ് നാം ഇടിച്ചു തകർക്കേണ്ടത്. എന്താണ് നമ്മൾ നശിപ്പിക്കേണ്ടത്? സാത്താൻ്റെ രാജ്യത്തെ നമ്മൾ നശിപ്പിക്കണം. എന്താണ് തകിടം മറിക്കേണ്ടത്? ഓരോ വ്യക്തിയിലുമുള്ള പിശാചിന്റെ ഭരണത്തെയാണ് നമ്മൾ തകിടം മറിക്കേണ്ടത്. എന്താണ് നമ്മൾ പണിതുയർത്തേണ്ടത്? ദൈവരാജ്യം പണിതുയർത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. തീരുന്നില്ല, ദൈവവചനം നട്ടു വളർത്തുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവം അനേകരെ തിരഞ്ഞെടുക്കുകയാണ്. ചിലരെ ദൈവം മുഴുവൻ സമയം സുവിശേഷ വയലിൽ അധ്വാനിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കും. അങ്ങനെ എത്രയോ പേര് തങ്ങൾക്ക് ലാഭകരമായിരുന്ന ജോലി രാജിവെച്ച് സുവിശേഷ വയലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, അത് ഒരു തെരഞ്ഞെടുപ്പാണ്. ചിലരെ ദൈവം പ്രത്യേകം മുഴുവൻ സമയം സുവിശേഷ വയലിൽ അധ്വാനിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കും. വേറെ ചിലരോ ജീവിതത്തിൽ അവരെ മറ്റു ചില ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ അവർ ചെയ്തു തീർക്കാനുണ്ട്. അതിനോട് ചേർന്ന് കിട്ടുന്ന സമയമെല്ലാം കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുവാനായിട്ട് ദൈവം ഈ ലോകത്തിലുള്ള എല്ലാവരെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിളി നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വിളി നമ്മൾ തിരിച്ചറിയണം. കർത്താവ് എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ അവൻ്റെ ശിഷ്യ സമൂഹത്തിൽ മീൻപിടുത്തക്കാരുണ്ടായിരുന്നു, ചുങ്കക്കാരുണ്ടായിരുന്നു, തീവ്രവാദികളുണ്ടായിരുന്നു, കുറവുകളുള്ളവരുണ്ടായിരുന്നു, കൃഷിക്കാരുണ്ടായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് ലോകദൃഷ്ടിയിൽ ഭോഷന്മാരെ പോലെയുള്ളവരെ ദൈവം തൻ്റെ വയലിലേക്ക് തെരഞ്ഞെടുക്കുകയാണ്. പ്രിയപ്പെട്ട സ്നേഹിത, നിന്റെ ജീവിതത്തെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുക. നിനക്കൊരു നിയോഗമുണ്ട്, നിനക്കൊരു ദൗത്യമുണ്ട്. നിന്റെ വിളിയുടെ അർത്ഥം നീ തിരിച്ചറിയണം. നിന്റെ വിളിയുടെ ആഴം നീ മനസ്സിലാക്കണം. അപ്പോൾ മാത്രമാണ് ഒരുവന് തൻ്റെ വയലിൽ ശോഭിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കൽ ഒരു സുവിശേഷ പ്രഘോഷകൻ, പ്രിയപ്പെട്ടവരെ, ഒരു വൃദ്ധയായ സ്ത്രീ മരണത്തോട് മല്ലിട്ട് തെരുവിൽ കിടക്കുമ്പോൾ, മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, മരണത്തിന് തൊട്ടു മുമ്പ് ഈ സുവിശേഷകൻ എന്താ ചെയ്തത്? അവരെ എടുത്തുകൊണ്ട് ഒരു ആശുപത്രിയിലേക്ക് ഓടുകയാണ്. അവർ വൃദ്ധയല്ലേ, അവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. കാരണം ആഫ്രിക്കയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ വിലയേറിയ രത്നങ്ങളെക്കാളും വജ്രങ്ങളെക്കാളും വിലപ്പെട്ട ഒരാത്മാവ് ആ വൃദ്ധയിൽ കണ്ടതുകൊണ്ടാണ് ആ സുവിശേഷകൻ മരണത്തോട് മല്ലടിക്കുന്ന വ്യക്തിയെ പോലും എടുത്തുകൊണ്ടോടുന്നത്. അതെ, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ, നീ എന്തിനാണ് എന്നെ വിളിച്ചത്? നീ എന്തിനാണ് എന്നെ നിയോഗിച്ചത്? നാം ആ വിളിയോട് പ്രത്യുത്തരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ സംഭവിക്കും. നമുക്കറിയാം, യോനയെക്കുറിച്ച്. നിനവെ പോകുവാനായിട്ട് ദൈവത്തിൻ്റെ വിളി ലഭിച്ച പ്രവാചകൻ ജോപ്പയിലെത്തിയപ്പോൾ താർഷീസിലേക്കുള്ള കപ്പൽ കണ്ട് നിനവെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ നിനവെ ചെന്ന് അവർക്കെതിരെ വിളിച്ചു പറയുമ്പോൾ മരണം വരെ സംഭവിച്ചാലോ എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം താർഷീസിലേക്കുള്ള കപ്പലിൽ കയറുകയാണ്. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു? കപ്പലിൽ വലിയ പ്രതിസന്ധികളെ നേരിട്ടു. കപ്പലിൽ നിന്ന് പ്രവാചകനെ വലിച്ചെറിഞ്ഞു. ഒരു തിമിംഗലം വിഴുങ്ങി. ഇതാ
നിനവേലി കൊണ്ടുവന്ന് ഛർദ്ദിച്ചിടുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് തൻ്റെ പ്രഘോഷണം ആരംഭിക്കുക. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിയിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോകരുതെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്ക 9:62 കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. നീ ചില കാര്യങ്ങൾ ചെയ്യാം, ചില ദൗത്യങ്ങൾ ചെയ്യാമെന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവനാണെങ്കിൽ നീ ദൈവരാജ്യത്തിന് യോഗ്യനല്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് കർത്താവിൻ്റെ വിളി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്? അബ്രഹാം തൻ്റെ വിളി തിരിച്ചറിയുന്നത് ദൈവം അബ്രഹാത്തിനെ വിളിക്കുന്ന സ്വരം തന്നെ അബ്രഹാം കേൾക്കുകയാണ്. അബ്രഹാം എന്ന് വിളിച്ചുകൊണ്ട് ദൈവം അബ്രഹാത്തിൻ്റെ കുറിച്ചുള്ള ദൈവഹിതം ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസ്വരം കേട്ടുകൊണ്ട് വിളി തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. മോശയ്ക്ക് തൻ്റെ വിളി ബോധ്യമായത് എങ്ങനെയാണ്? ഒരു ദൈവിക ദർശനത്തിലൂടെയാണ് മോശ തൻ്റെ വിളി തിരിച്ചറിയുന്നത്. ഒരു മുൾപടർപ്പ്, കത്തിജ്വലിക്കുന്ന മുൾപടർപ്പ്, അത് കത്തിജ്വലിക്കുന്നുണ്ട്, എരിഞ്ഞ് ചാമ്പലാകുന്നില്ല. ആ ദൈവിക ദർശനമാണ് മോശയുടെ ദൈവവിളിയിലേക്ക് മോശയെ വഴി നടത്തുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ജോസഫിന് തൻ്റെ വിളി തിരിച്ചറിയുന്നത്, തൻ്റെ നിയോഗം തിരിച്ചറിയുന്നത് സ്വപ്നത്തിലൂടെയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏലീഷ പ്രവാചകന് തൻ്റെ വിളി തിരിച്ചറിയുന്നത് ഏലിയ പ്രവാചകനിലൂടെയാണ്. ദൈവം അധികാരികളിലൂടെ ചിലരെ വിളിക്കും. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ചില അധികാരികളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, പൗലോസ് പ്രാർത്ഥനയിൽ ദൈവസ്വരം തിരിച്ചറിഞ്ഞു. ജീവിതത്തിലെ ഒരു സഹനത്തിൻ്റെ അനുഭവം, കുതിരപ്പുറത്തുനിന്ന് മറിഞ്ഞ് താഴെ വീണവൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പൗലോസിന് തൻ്റെ ദൈവഹിതം, തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാനായിട്ട് സാധിച്ചു. പൗലോസിനോട് ദൈവം എന്താ പറഞ്ഞത്? അങ്ങ് ദൂരെ വിജാതിയരുടെ അടുത്തേക്ക് ഞാൻ നിന്നെ അയക്കുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും ശക്തമായ പ്രേരണയിലൂടെയും മാതാപിതാക്കന്മാരിലൂടെയും അധികാരികളിലൂടെയും ദൈവവചനത്തിലൂടെയും ഒക്കെ നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ സ്വരം നമ്മൾ തിരിച്ചറിയണം. അതെ, ഈ ഭൂമിയിലുള്ള ജീവിതം വെറുതെ ജീവിച്ച് തീർക്കാനുള്ളതല്ല. നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കുന്ന ഒരിടയനാകാനായിട്ട് കർത്താവ് നിന്നെ വിളിക്കുന്നുണ്ട്. മുറിവേറ്റവരെ സുഖപ്പെടുത്തുന്ന ഒരു വൈദ്യനാകാനായിട്ട് കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ. കണ്ണുകളടച്ച് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ആ ദൈവഹിതത്തിന് എന്നെ തന്നെ സമർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തെ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.